ഇതേപോലെ ഗ്യാസ് ബർണറൊക്കെ ക്ലീൻ ചെയ്യാറില്ലല്ലോ, എപ്പോഴും നമ്മൾ അത് ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ വേറെ ഒന്നും തന്നെ വേണ്ട, നമ്മൾ ബർണറിനകത്തോട്ട് പേസ്റ്റ് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ ഹോൾസിലും അതിനകത്ത് വേസ്റ്റൊക്കെ നമ്മുടെ ഫുഡിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ കയറിയിട്ട് ബർണറൊക്കെ കത്തുന്നതിന് മഞ്ഞ കളറിലെ തീയൊക്കെ ആയിട്ട് വരും. അതുമാത്രമല്ല കരി കയറി അടഞ്ഞിട്ട് നമ്മൾ വയ്ക്കുന്ന പാത്രങ്ങളെല്ലാം കരിയാകും. അപ്പം അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല രീതിയിൽ ഗ്യാസ് അടുപ്പിനകത്ത് നമ്മൾ അഴുക്കും കറയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ രീതിയിൽ നമ്മൾ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക. നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പോഞ്ച് വെച്ചാണ് നമുക്ക് സ്പോഞ്ച് നനച്ചിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം. കാരണം ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ ഈ ഗ്ലാസിൻ്റെയൊക്കെ അടുപ്പായതുകൊണ്ട് നല്ല രീതിയിൽ പോറലൊക്കെ വരും നമ്മൾ സ്ക്രബ്ബറൊക്കെ വെച്ച് തേച്ചാൽ. അപ്പോൾ നമുക്ക് സ്പോഞ്ച് വെച്ച് തന്നെ ഒന്ന് നനച്ചിട്ട് ഒന്ന് തേക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പതഞ്ഞ് വരും കണ്ടോ. അന്നേരം നമ്മൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. എല്ലായിടത്തും നല്ല രീതിയിൽ ക്ലീനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ബർണറിനകത്തൊരു കംപ്ലയിൻറ്റും ഉണ്ടാകത്തില്ല, ഗ്യാസ് ലീക്കായി പോകത്തില്ല. അപ്പോൾ നമ്മളല്ലാതെ നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിക്കുമ്പോഴത്തേനും ഇടയ്ക്ക് ഗ്യാസ് ലീക്കായിട്ട് വരുന്നതായിട്ട് കാണാം, മഞ്ഞ കളറിലെ തീ വരുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ പുക കയറി അടഞ്ഞിട്ട് നമ്മുടെ പാത്രങ്ങളെല്ലാം കരി പിടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് ഇതേപോലെ ബർണർ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാനിതിപ്പോൾ വെള്ളത്തിൽ ഇട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഓരോ ദ്വാരത്തിലും അടങ്ങിയിരിക്കുന്ന പേസ്റ്റൊക്കെ നമ്മൾ വെള്ളത്തിൽ മുക്കി 1 മിനിറ്റ് അതിനകത്തോട്ടിട്ട് വെച്ചാലും മതി. അതെല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടുകയും ചെയ്യും. അപ്പം ഓരോ ദ്വാരത്തിലും ഇരിക്കുന്ന പേസ്റ്റും അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ അതിനകത്തുള്ള അഴുക്കും എല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ ബർണർ കിട്ടുകയും ചെയ്യും. ഗ്യാസിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒരു കോട്ടൺ ടവൽ വെച്ച് തുണി വെച്ചോ എന്തെങ്കിലും വെച്ച് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നനച്ച് തുടച്ചെടുക്കാം, ആക്കിയെടുക്കാവുന്നതാണ്. എത്ര നമ്മൾ സ്റ്റീലിൻ്റെ അടുപ്പാണെങ്കിൽ തന്നെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ട് നല്ല പുതിയതുപോലെ ആക്കിയെടുക്കാം. കണ്ടോ, ആ സ്റ്റീലിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കണ്ടോ വെട്ടി തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ പോറലുണ്ടെങ്കിൽ തന്നെയും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് ബർണറിനകത്തുള്ള എല്ലാം പോയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിനകത്ത് മുക്കി വെച്ചപ്പോൾ തന്നെ പേസ്റ്റൊക്കെ അതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തുടച്ചിട്ട് വേണം ഇടാൻ കേട്ടോ, ഞാനിപ്പം ഇട്ട് കാണിച്ചതാണ്. ഇനി നമുക്ക് ബർണർ കഴുകിയിട്ട് തുടച്ചെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും വീട്ടിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ബർണർ കത്തുന്നില്ല എന്നും പറഞ്ഞ് വെറുതെ മാറ്റിയിടേണ്ട കാര്യമില്ല. ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ മതി. ഗ്യാസ് അടുപ്പ് നല്ല പുതുപുത്തനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഗ്യാസ് ഓണാക്കുന്ന ഭാഗത്തൊക്കെ അഴുക്കൊക്കെ കയറി നല്ല രീതിയിൽ കണ്ടോ, ഇടയ്ക്കൊക്കെ അഴുക്കൊക്കെ ഉണ്ടോ. അപ്പോൾ ഈ ബ്രഷും ഈ പേസ്റ്റും വെച്ച് തന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ തൊട്ടാൽ തന്നെ പെട്ടെന്ന് അങ്ങ് ഇളകിപ്പോൾ അഴുക്കൊക്കെ കണ്ടോ. അപ്പോൾ ഈ രീതിയിലും നമുക്ക് അതിൻ്റെ ആ ഭാഗത്തെല്ലാം ബ്രഷ് വെച്ച് ഇതേപോലെ ഒന്ന് തേച്ചിട്ട് ടവൽ വെച്ചൊന്ന് തുടച്ചാൽ മതി. അപ്പോൾ അതിനകത്തുള്ള അഴുക്കെല്ലാം പോയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ടവൽ വെച്ച് തുടച്ചെടുക്കാം. ആഴ്ച ഒരു ദിവസമെങ്കിലും നമ്മൾ ക്ലീൻ ആക്കുകയാണെങ്കിൽ നമുക്ക് വർഷക്കണക്കിന് നമ്മൾ ഗ്യാസ് അടുപ്പ് ചീത്തയാവാതെ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ഞാനൊന്ന് കത്തിച്ച് കാണിക്കാം കണ്ടോ, നല്ല രീതിയിൽ കത്തുന്നുണ്ട്. അപ്പോൾ മഞ്ഞ കളറിലെ തീയൊന്നും ഇല്ലാതെ തന്നെ നല്ല ആളി കത്തുന്നുണ്ട് കണ്ടോ.